പൂരം എന്നാൽ പൂരം തൃശ്ശൂർ പൂരമാണ്. അങ്ങനെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറുന്നു മക്കളെ. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടെ ശക്തന്റെ നഗരി പൂരാവേശത്തിലേക്ക് വഴിമാറും. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറി കഴിഞ്ഞു. മെയ് 6-നാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ കൊടി ഉയർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് പൂരത്തിന്റെ ദിവസങ്ങളാണ്. വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വിവരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയായിരിക്കും ഇത്തവണത്തെ പൂരം കാത്തുവച്ചിരിക്കുന്നത് മനോഹരമായി? അതെ, കഴിഞ്ഞ തവണ പൂരം വലിയ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ ഒരു ഉറപ്പാണ് സർക്കാരും അതുപോലെ തന്നെ പോലീസും എല്ലാവരും ചേർന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൂരം അങ്ങ് കളറാകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ ചടങ്ങുകളും തുടങ്ങിക്കഴിഞ്ഞു. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിൽ ആദ്യ ഘടക ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റാണ്. 8 ഘടകക്ഷേത്രങ്ങൾ, 2 പ്രധാന ക്ഷേത്രങ്ങൾ, അങ്ങനെ 10 ക്ഷേത്രങ്ങളിലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൊടിയേറ്റ് അവസാനിക്കും. അതോടുകൂടി തൃശ്ശൂർ പൂർണ്ണമായും പൂരത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് എത്തുകയും ചെയ്യും. പാറമേക്കാവിലും തിരുവമ്പാടിയിലുമാണ് പ്രധാന ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ഇന്ന് രാവിലെ 11:30 തിരുവമ്പാടിയിലും 12 മണിയോടുകൂടി പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും. അതോടുകൂടി ഈ പൂരത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അങ്ങ് എല്ലാവരും തന്നെ ഇറങ്ങുകയാണ്.